നമ്മൾ ഇങ്ങനെ എത്ര കാലം കൂടിയിരിക്കും എന്നറിയില്ല. കാരണം പുതിയ തലമുറയിലെ മക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്, ഇഷ്ടപ്പെടാത്തത് കുടുംബം എന്ന ആശയത്തെയാണ്. മലയാളത്തിൽ ഈയിടത്തൊരു സിനിമ ഇറങ്ങി. ആ സിനിമ വൻ വിജയമായി. വിജയിച്ചു കഴിഞ്ഞപ്പം സിനിമയുടെ സംവിധായകനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന്. ആ പത്രക്കാരൻ പറഞ്ഞു, എന്റെ സിനിമ കണ്ട് ഒരു 10 കുടുംബമെങ്കിലും ഡൈവോഴ്സ് ആയാൽ എന്റെ സിനിമ വിജയിച്ചു. അപ്പൊ എന്തിനാ ഈ സിനിമ ഇറക്കിയത്? കുടുംബം കലക്കാൻ, കുടുംബം തകർക്കാൻ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, സിനിമയും റീൽസും ഷോർട്സും ഒക്കെ കുടുംബം തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു കുടുംബം എന്നത് ഒരു വളരെ ഭീകരമായ, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലമാണ് എന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ മനസ്സിലാക്കി വെച്ച ഒരു കാലഘട്ടത്തിൽ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് എന്ന് ഞാനും നിങ്ങളുമൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. പറഞ്ഞാൽ പോരാ, കുടുംബം ഏറ്റവും മനോഹരമായ ഇടമാണ് എന്ന് ഞാനും നിങ്ങളും കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ കുടുംബം എന്നാൽ എന്ത് എന്ന് നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. ശരിക്കും എന്താണ് ഈ കുടുംബം? നമ്മൾ കുടുംബം, കുടുംബസംഗമം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക, ആ പെണ്ണ് കാണാൻ ചെല്ലുക. ഏതോ ഒരു വാപ്പ നെഞ്ചിൽ കിടത്തി വളർത്തിയ, ഏറ്റവും സ്നേഹം കൊടുത്ത ഒരു പെണ്ണിനെ ഒരു ചെക്കൻ പെണ്ണ് കാണാൻ ചെല്ലും ഒരു 10-24 വയസ്സാവുമ്പോ. എന്നിട്ട് ആ പെണ്ണിനെ ഇങ്ങനെ കണ്ടിട്ട് ആ ചെക്കൻ പറയും, എനിക്ക് ഇഷ്ടായി. അവിടുന്ന് ആ പെണ്ണും ആ ചെറുക്കനും കൂടി ഒരു ജീവിതം തുടങ്ങും. ബാപ്പ ഇഷ്ടമില്ലാതിരുന്നിട്ടും മോളെ അങ്ങോട്ട് കൊടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല വാപ്പക്ക്. പക്ഷെ റസൂലും അള്ളയും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം തന്റെ മകളെ കൈ കൊടുത്തിട്ട് ഒരു ചെക്കന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതിന്റെ പേരാ നിക്കാഹ്. ആ ഏൽപ്പിച്ചു കൊടുത്ത പെണ്ണിനെ എല്ലാരും കൂടി ചെന്ന് കൂട്ടിക്കൊണ്ടുവരും. എങ്ങോട്ടാ? ഭർത്താവിന്റെ വീട്ടിക്ക്. എന്നിട്ട് ഭർത്താവിന്റെ ഉമ്മക്കണ്ട് കൊടുക്കും. എന്നിട്ടോ അവിടെ മുതല് ഉമ്മാന്റെ കുത്ത്, നാത്തൂമാരെ കുത്ത്. എന്നിട്ട് ആ പെണ്ണ് ഇങ്ങനെ അസ്വസ്ഥമായി, പ്രശ്നമായി. ഉമ്മ അമ്മായിമ്മന്റെ പോര്, നാത്തൂന്റെ പോര്, നാത്തൂമാരെ കിടക്കൊന്ന് വരും. എന്നിട്ടൊരു പുകട്ടാണ് പോവും അല്ലെ. എന്നിട്ട് അവിടെ ആകെ അസ്വസ്ഥത. അതിനിടയിൽ കുറെ കുട്ടികളെ നോക്കാൻ കഴിയില്ല. പെണ്ണാകെ അസ്വസ്ഥം. എല്ലാ ദേഷ്യവും മക്കളിൽ തീർക്കുന്നു. എന്നിട്ടോ മക്കളും എരപ്പായി. നേരത്തെ പറഞ്ഞല്ലോ, ഹാൻസും കള്ളും കഞ്ചാവും പ്രേമവും. മക്കളൊക്കെ എരപ്പാവാണ്. കാരണം എന്താ? വീട്ടിനകത്ത് സ്വസ്ഥതയില്ലാത്ത ഒരു പെണ്ണ് മക്കളെ പോറ്റിയാൽ ആ മക്കൾ ഒരിക്കലും നന്നാവില്ല. മക്കളെ പോറ്റാൻ ഒരു പെണ്ണിന് വേണ്ടത് എന്താ? സ്വസ്ഥതയാണ്, സമാധാനാണ്, സന്തോഷാണ്. അപ്പൊ ഈ പെണ്ണിന് ഇത് കിട്ടാത്തിടത്തോളം കാലം ഒരു മക്കളും പോറ്റിയാൽ നന്നാവില്ല. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളോ പെണ്ണിന് ഒരു സമാധാനം കൊടുക്കൂല. ആര്? ചെക്കന്റെ അമ്മ, ചെക്കന്റെ പെങ്ങന്മാർ കൊടുക്കുവോ? നിങ്ങൾ പറ. എന്നിട്ട് ആ വീട്ടിനകത്ത് ആകെ പ്രശ്നം. അവിടെ വളരുന്ന കുട്ടികളാണ് ഈ കഞ്ചാവ് തേടി പോകുന്നത്. അവിടെയാണ് പ്രേമമുണ്ടാവുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് വിവാഹം എന്നത്, കുടുംബം എന്നത് എന്താണ് എന്നും എന്തിനാണ് എന്നും കുടുംബക്കാർ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ എന്താ പറഞ്ഞേ? ഇവിടെ നിന്ന് ഒരു മികച്ച ഇടമാണ്, സുന്ദരമായ സ്ഥലമാണ് കുടുംബം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആർക്ക്? നമ്മളെ മക്കൾക്ക്. അതിനെന്താ ഒരു വഴി? ഒറ്റ വഴിയുള്ളൂ. കുടുംബം എന്നത് ഒരാണ് ഒരു പെണ്ണിനെ കെട്ടുക, എന്നിട്ട് പൊരേ കൊണ്ടേ കണ്ട് പറഞ്ഞാണ്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇതൊന്നുമല്ല കുടുംബം. ഇങ്ങനൊരു കുടുംബം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നില്ല. ഇങ്ങനൊരു കുടുംബം ഇസ്ലാം വിഭാവനം ചെയ്തില്ല. അപ്പൊ നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. എന്താ ശരിക്കും ഈ കുടുംബം? ഇനി ഞാൻ പറയണത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ചുരുക്കി പറയുള്ളൂ, ശ്രദ്ധിക്കണം. 3 കാര്യം. മനുഷ്യൻ എന്ന ജീവിക്ക് എന്താണ് വേണ്ടത് എന്ന് ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ മനുഷ്യന്റെ തത്വചിന്തകർ മനുഷ്യനോട് ചോദിച്ച ചോദ്യം, എന്താ നിങ്ങൾക്ക് വേണ്ടത്? മനുഷ്യൻ എന്താ വേണ്ടത്? ഒരു പോത്തിനോട് ചോദിച്ചു നോക്ക്, പോത്തിന് എന്താ വേണ്ടതെന്ന്. ഒന്നും വേണ്ട. അതിന് വിശക്കുമ്പോ പുല്ല് കിട്ടിയാൽ മതി, ദാഹിക്കുമ്പോ വെള്ളം കിട്ടിയാൽ മതി. ഓക്കെ, ഇടക്കിടക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഇണയെ കിട്ടണം. അത് പെർമനന്റ് ആയിട്ടൊന്നും വേണ്ട. അങ്ങനെ പോവും. കുറെ ചാണകൂട്ട് എവിടെങ്കിലുമൊക്കെ കിടന്ന് എവിടെങ്കിലുമൊക്കെ വിശ്രമിച്ച് തിന്നാൻ കിട്ടി ഒരു പോത്ത് ഇങ്ങനെ പോവും. ഒരു പട്ടിക്ക് എന്താ വേണ്ടത്?
ഒരു പൂച്ചക്ക് എന്താ വേണ്ടത്? ഒരു കോഴിക്ക് എന്താ വേണ്ടത്? ഉത്തരണ്ട്. മനുഷ്യൻ എന്താ വേണ്ടത്? ഭക്ഷണമാണോ? വസ്ത്രമാണോ? അധികാരമാണോ? പണമാണോ? വലിയ വീടാണോ? മികച്ച വണ്ടിയാണോ? മനുഷ്യൻ എന്താ വേണ്ടത്? മനുഷ്യനോട് ചോദിച്ച ചോദ്യാണിത്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് കിട്ടണം. എന്താ മനുഷ്യന് വേണ്ടത്? 3 എണ്ണം. മനുഷ്യന് വേണ്ട സാധനം 3 എണ്ണം. ഈ 3 എണ്ണം കിട്ടിയിരിക്കണം. ഇല്ലെങ്കിലോ അവൻ അസ്വസ്ഥനാകും. ഏതാണ് ആ 3 എണ്ണം? ഈ 3 സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത അറിയോ? ഇത് സഞ്ചിയിൽ വാങ്ങാൻ കഴിയൂല, സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂല, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. ഈ 3 എണ്ണം കഴിയില്ല. ലോകം എത്ര വളർന്നാലും, എന്തൊക്കെ സംവിധാനങ്ങൾ വന്നാലും, പുരോഗതിയുടെ ഉത്തുംഗ ശൃംഖത്തിലെത്തിയാലും, ഞാൻ പറയുന്ന ഈ 3 എണ്ണം കിട്ടൂല. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടൂല. ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ചെന്ന് നോക്ക്, കിട്ടൂല. ഒരു സഞ്ചിയിൽ വാങ്ങാൻ കഴിയൂല, ഒരു കവറിൽ കിട്ടൂല. അതെന്താ ഈ 3 എണ്ണം? 1 മനസ്സമാധാനം കിട്ടുവോ? സഞ്ചിയില്. സംതൃപ്തി കിട്ടുവോ? സന്തോഷം. അപ്പൊ മനുഷ്യനെന്താ വേണ്ടത്? 3 എണ്ണം. മനസ്സമാധാനം, സംതൃപ്തി, സന്തോഷം. എവിടെ കിട്ടും? എവിടെ കിട്ടും? കിട്ടൂല. ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുമോ? ഇല്ല, കിട്ടൂല. മനുഷ്യനിങ്ങനെ ഓട്ടമാണ് ഈ സാധനം കിട്ടാൻ. നമ്മുടെ കുട്ടികളോട് ചോദിച്ചു നോക്ക്, എന്തിനാ മോനെ ഈ ആൻസ് ഇങ്ങനെ വായിൽ വെക്കുന്നത്? എന്തിനാ ഈ കള്ള് ഇങ്ങനെ കുടിക്കുന്നത്? സമാധാനത്തിന് അല്ലെ? കിട്ടുവോ? അത് ഉപയോഗിക്കുമ്പം കുറച്ച് നേരം ഉണ്ടാവും, പിന്നെ കള്ളുടിച്ചാ ബോധം പോകും. ബോധം പോയാൽ പിന്നെ ഒന്നുമില്ലല്ലോ. ബോധം വരുമ്പോഴോ പിന്നെ സമാധാനം പോകും, വീണ്ടും കള്ളുടിക്കും, അവസാനം കരള് പോയി ആള് മരിക്കും. ഇതെല്ലാം സംഭവിക്കുക. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? 3 കാര്യങ്ങൾ: സംതൃപ്തി, സമാധാനം, സന്തോഷം. എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, കുട്ടികൾ, ചെറുപ്പക്കാർ, വയസ്സായവർ ഒക്കെ മനസ്സിലാക്കി വെക്കണം. ഈ 3 എണ്ണം, കുടുംബം എന്നാൽ എന്ത്? ഒരാണും ഒരു പെണ്ണും. ഇത് 3ഉം കിട്ടാൻ വേണ്ടി, സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ചേരുന്നതിന്റെ പേരാണ് കുടുംബം. നമ്മളിപ്പോ കേൾക്കുക അല്ലെ? ഇത് 3ഉം കിട്ടാൻ വേണ്ടി ഒരാണും പെണ്ണും ഒരുമിച്ച് ചേരുന്നതാണ് കുടുംബം. അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ വിചാരിക്കും, കല്യാണം കഴിഞ്ഞ് അന്ന് പോയ സാധനത്തിന്റെ പേരാപ്പത് 3 എണ്ണം അല്ലെ? കല്യാണം കഴിയണ വരെ സമാധാനം ഉണ്ടേനി, സംതൃപ്തി ഉണ്ടേനി, നല്ല സന്തോഷം ഇനി, പാപ്പയെ പോറ്റീനി. അത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയാണ് അമ്മായിമ്മന്റെ കുത്ത്, നാത്തുമാരെ പോര്, അങ്ങോട്ടും ഇങ്ങോട്ടും വാശി, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ്. എവിടെയാ കൂട്ടരെ നമ്മൾ സ്വർഗത്ത് പോവുക? എവിടെയാ പോവുക? കുറെ നിസ്കരിച്ചാ സ്വർഗത്ത് പോകുന്ന വിചാരിച്ചു വെച്ച പാപന്മാരുണ്ട് ഇതില്. കുറെ നോമ്പ് വെച്ചാ സ്വർഗത്ത് പോകുന്ന വിചാരിച്ച ചെമ്മാരുണ്ട്. പോവൂല. നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഉംറ കൊണ്ട് സ്വർഗത്ത് പോവില്ല. നിങ്ങൾ വെറുതെ വിചാരിക്കുക, ആ സാധനമൊക്കെ അവിടെ കിടക്കും. മനുഷ്യനോട് ചെയ്തത് മുഴുവൻ പൊരുത്തപ്പെടാതെ ഒരുത്തനും സ്വർഗത്ത് പോവില്ല. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. അമ്മായിമ്മ രാവിലെ എഴുന്നേൽക്കും, 3 മണിക്ക് പുലർച്ചെ അമ്മായിമ്മ എണീക്കും, നിസ്കാരക്കുപ്പായ എടുത്തിടും, ഒന്നുമെടുത്ത് നിസ്കാരക്കുപ്പായ എടുത്തിടും. എന്നിട്ടോ തഹജ്ജുദ് തുടങ്ങും. 3 മണിക്ക് തുടങ്ങിയ തഹജ്ജുദ് നിസ്കാരം നിന്ന് നിസ്കരിച്ചിട്ട് ഒരു 4-4:30 വരെ തഹജ്ജുദ്. അത് കഴിഞ്ഞാൽ ഖുർആൻ ഓതും. അപ്പൊ സുബൈന്റെ ബാങ്ക് കൊടുക്കും. ബാങ്ക് കേട്ടാൽ ഉമ്മ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുബൈ നിസ്കരിക്കും. അതും കഴിഞ്ഞ് നേരം പുലരുവോളം ആ നിസ്കാര കുപ്പായത്തിൽ, നിസ്കാരപ്പടത്തിൽ ഇരുന്ന് നിസ്കരിക്കും. പിന്നെ ഖുർആൻ ഓതും. എത്ര നേരായില്ലേ? 3 മണിക്ക് എണീറ്റ ഉമ്മ നിസ്കാരപ്പടത്തുനിന്ന് എഴുന്നേൽക്ക് 7 മണിക്കാ. 4 മണിക്കൂർ ഈ ഉമ്മ നിസ്കരിക്കാണ്, ഈ ഉമ്മ ഖുർആൻ ഓതാണ്. എന്നിട്ടോ 7 മണിയാകുമ്പോ നിസ്കാരപ്പെടാണ്ട് മടക്കും. നേരെ അടുക്കളേക്കാണ് ചെല്ലും. ഇവിടെ ആരാ ഉള്ളത്? മരുമകളുണ്ട്. വേറെ ഏതോ വീട്ടിൽ നിന്ന് കയറി വന്നൊരു പെണ്ണ്. പിന്നെന്താ പണി? 7 മണി മുതൽ വൈകുന്നേരം വരെ എതിരിട്ട് കുത്തുക. എങ്ങനെയുണ്ട്? 4 മണിക്കൂർ നിസ്കരിച്ച് ഖുർആൻ ഓതി, ബാക്കിയൊക്കെ ഈ മരോളോട്ട് കുത്തുക. എന്നിട്ട് ഈ മരുമകൾ കണ്ണീരുമൊളിപ്പിച്ച വീട്ടിനകത്ത് കഴിയുക, മനസ്സിങ്ങനെ വിഷമിക്കുക. ഈ വിഷമവും സങ്കടമൊക്കെ കൊണ്ട് ഈ പെണ്ണിങ്ങനെ പൊട്ടിക്കറിയുക. എന്നിട്ട് ആ പെണ്ണിന്റെ സമാധാനം മുഴുവൻ തകർക്കുക. നിങ്ങൾ പറ, നാളെ പരലോകത്തെത്തുമ്പോ ഈ ഉമ്മാന്റെ നിസ്കാരം, ഈ ഉമ്മാന്റെ ഖുർആൻ എവിടെ നിൽക്കും? ഈ പെണ്ണിന്റെ കണ്ണീര് എവിടെ നിൽക്കും? നിങ്ങൾ പറ. നമ്മൾ ഇതിനെക്കുറിച്ച് വല്ല ബോധവാന്മാരുമാണോ? എവിടെ നിൽക്കും? മരുമക്കൾ ചിന്തിക്കണം. അമ്മായിയമ്മയെ പൊന്നുപോലെ നോക്കേണ്ടത് മരുമക്കളാണ്. മരുമക്കളെ പൊന്നുപോലെ നോക്കേണ്ടത് അമ്മായിയമ്മയാണ്.
നാത്തൂന്മാര് ശ്രദ്ധിക്കണം, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് കൊണ്ട് ഒരു ബന്ധം മുറിഞ്ഞു പോയാൽ എത്ര നിസ്കരിച്ചാലും അവിടെ തന്നെ കിടക്കൂല. ആ പെണ്ണിന്റെ നിസ്കാരം മുഴുവൻ അവൾ ഉപദ്രവിച്ചവന് കിട്ടും. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ചില ആൾക്കാർക്കുള്ള വിചാരത, ഞാൻ എത്ര ഖുർആൻ ഓതുന്നു, ഞാൻ എത്ര നിസ്കരിക്കുന്നു, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് ഏതെങ്കിലും ഒരാൾ വിഷമിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഈ കൂട്ടത്തിലിരിക്കുന്ന തൊണ്ടിക്കോടന്മാർ ചിന്തിക്കണം, ഏട്ടനും അനിയനും ചിന്തിക്കണം. അനിയന്റേത് വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? ഏട്ടൻ്റെത് വല്ലതും പിടിച്ചടക്കിയിട്ടുണ്ടോ? കണ്ടാൽ മിണ്ടാതെ പോകുന്നവരുണ്ടോ? എവിടെയാ സ്വർഗം? പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പള്ളി കമ്മിറ്റിന്റെ മെമ്പറും വലിയ നേതാവും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പരലോകത്ത് ഇതൊന്നുമില്ല. ഈ ഐഡന്റിറ്റി കാർഡ് അവിടെ ഇല്ല. അവിടെ എന്താ ചോദിക്കുക? മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഒരു ഇത്തിരി ഭൂമിക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ എത്ര പേരുണ്ട്? അതിർത്തി തർക്കങ്ങളുള്ളവർ എത്ര പേരുണ്ട്? പാപ്പാന്റെയും ഉമ്മാന്റെയും സ്വത്ത് ഓരി വെച്ചപ്പോ വേണ്ട പോലെ കിട്ടിയില്ല എന്ന് പരിഭവം പറഞ്ഞിട്ട് ആ കുടുംബവുമായി തെറ്റി നിൽക്കുന്നവർ എത്ര പേരുണ്ട്? പക്ഷെ നിസ്കരിക്കാൻ മുമ്പിലുണ്ടാവൂലേ കുടുംബ ബന്ധം തകർത്തവർ ആരുണ്ടിവിടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു ചോദ്യമുണ്ട്. റസൂൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ആ ഇരിക്കുന്ന കൂട്ടത്തിൽ സ്വഹാബികളുണ്ട്. റസൂൽ ചോദിക്കുക, കുടുംബബന്ധം തകർത്തവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവാം, അവരെന്റെ സദസ്സിൽ ഇരിക്കേണ്ട. ഒരു മനുഷ്യനെ എഴുന്നേറ്റങ്ങ് പോയി. എഴുന്നേറ്റ് പോയിട്ട് അയാൾ കുറെ നേരം കഴിഞ്ഞപ്പോ തിരിച്ചു വന്ന് റസൂലിനോട് ചോദിച്ചു, കേറട്ടെ? റസൂൽ ചോദിച്ചു, നീ എവിടേക്കാ പോയത്? കുടുംബം തകർത്തവൻ ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനും എന്റെ അമ്മായിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ട്, മുണ്ടൂല. റസൂൽ ഇത് പറഞ്ഞപ്പോ ഞാൻ നേരെ പോയത് അമ്മായിന്റെ അടുത്തേക്ക. അമ്മായിനോട് ചെന്നിട്ട് സോറി പറഞ്ഞ് ക്ഷമ പറഞ്ഞ് അമ്മായിനെ, ഞാനും അമ്മായിയും തമ്മിലുള്ള ബന്ധം വീണ്ടും പുതുക്കി ഞാൻ തിരിച്ചു വന്നതാ റസൂല് എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനത്തെ ആൾക്കാരാണ് സ്വർഗത്ത് പോവാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളിതൊന്നും പ്രശ്നമല്ല. നമ്മൾ ചെറിയൊരു സംഭവം, പാപ്പാന്റെ സ്വത്ത് ഓരി വെച്ചപ്പോ ഞാൻ വിചാരിച്ച എനിക്ക് കിട്ടിയില്ല, ഓനിത്തിരി കൂടിപ്പോയി അല്ലേ, ഇതൊക്കെ പറഞ്ഞിട്ട് അടിയും പിടിയും ഉണ്ടാക്കി ആങ്ങളിയും പെങ്ങളിയും ഉണ്ടാത്തവരുണ്ട്. ഏട്ടനും അനിയനും തമ്മിൽ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്നവരുണ്ട്. നമ്മൾ പറയാ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മളൊക്കെ സ്വർഗത്തിലാണ് അല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ മൂന്നെണ്ണം മനുഷ്യന് സമാധാനം, സംതൃപ്തി, സന്തോഷം, ഇത് മൂന്നും കിട്ടാൻ ഒരാണും പെണ്ണും ഒരുമിച്ച് ചേർന്നാൽ അതിന്റെ പേര് കുടുംബം. അപ്പൊ നിങ്ങളെ കുടുംബത്തിൽ ഇത് മൂന്നും ഉണ്ടോ? ഇല്ലെങ്കിൽ കുടുംബമല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്ര. ഈ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങൾ അവരിങ്ങനെ മുന്നോട്ട് പോണത് ഒരൊറ്റ കാര്യം കൊണ്ടാ. എന്താണെന്നറിയോ? കെട്ടി മക്കളായി പെട്ടു, ഇനി ഇങ്ങനെ പോട്ടെ. കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് ആൾക്കാർ പറയും, മക്കൾ ആലോചിച്ചിട്ടാ സാറേ, ഇല്ലെങ്കിൽ ആരാ പറയണേ? ഭർത്താവ്. അപ്പൊ ഭാര്യനെ വിളിക്കും, ഭാര്യ പറയും മക്കളൊക്കെ ഉണ്ടായിപ്പോയി, ഓരോക്കെ ഇനി കല്യാണമൊക്കെ കഴിക്കാനുള്ളതല്ലേ. അല്ലെങ്കിൽ അപ്പൊ ഈ ഭാര്യ ഭർത്താവ് എന്താ പറയണേ? ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാന്ന്. പിന്നെ എന്തിനാ കൂട്ടരെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്? അപ്പൊ നമ്മുടെ കുടുംബം ഏറ്റവും മനോഹരമായ ഒരു ഇടമാക്കി മാറ്റണം. അത് ഉറപ്പാണ്, വേണം. അതിനെന്താ വേണ്ടത്? കുടുംബത്തിന് എന്താ വേണ്ടത്? ഇനി ഞാൻ പറയുന്ന മൂന്നെണ്ണം നിങ്ങൾ ഓർത്തു വെക്കണം. കുടുംബ ബന്ധവും മറ്റു ബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കുടുംബ ബന്ധം, മറ്റു ബന്ധങ്ങൾ വ്യത്യാസമുണ്ട്. എല്ലാ ബന്ധങ്ങളും ഒരുപോലെ അല്ല. കുടുംബ ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട്, മറക്കരുത്, ഓർത്തിരിക്കണം. 3 ബന്ധങ്ങൾ ചേർന്നാൽ അത് കുടുംബ ബന്ധമാകും. അപ്പൊ കുടുംബ ബന്ധത്തിൽ 3 ബന്ധങ്ങൾ ഉണ്ടാവണം. ഈ 3ഉം ചേർന്നാൽ അത് കുടുംബമായി. ഏതാണ് ആ 3 ബന്ധം? ഞാനിങ്ങനെ എണ്ണും, നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കണേ, മറക്കരുത്. ഒന്ന് ശാരീരിക ബന്ധം, 2 മാനസിക ബന്ധം, 3 ആത്മബന്ധം. 1 ശാരീരിക ബന്ധം, 2 മാനസിക ബന്ധം, 3 ആത്മബന്ധം. ഇത് 3 ഉണ്ടോ? കുടുംബാണ്. 3 ഇല്ലേ? സെറ്റപ്പാണ്. അത് കുടുംബം എന്നറിയില്ല. അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുടുംബവും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം. മക്കളും മാതാപിതാക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഉദ്ദേശിച്ച ശാരീരിക ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി അല്ലേ? മനസ്സിലായി? എന്താണ് ഈ ശാരീരിക ബന്ധം? പരസ്പരം തൊടണം, ഉമ്മ വെക്കണം, കെട്ടിപ്പിടിക്കണം. ആര്? കുടുംബം. ഉണ്ടങ്ങള്
നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ ഉണ്ടോ? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ തെറിവാക്ക. കുട്ടി വീട്ടിൽ വന്ന് പറയും അമ്മ എന്നൊരാൾ ഐ ലവ് യു പറഞ്ഞു. ആരാടി പറഞ്ഞത്? പിന്നെ അടിയാ. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നാ. ഇത് ആര് പറയേണ്ട വാക്കാ? ഉമ്മ മക്കളോട് പറയേണ്ട വാക്കാണ്. മക്കൾ ഉമ്മയോട് പറയേണ്ട വാക്കാ. നമ്മൾ പറഞ്ഞോ? നമ്മൾ എപ്പോഴും കുട്ടിയോട് പറഞ്ഞു എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം പറഞ്ഞോ? ഇല്ല. കുട്ടിയോട് ആരാത് പറഞ്ഞേ? സ്കൂളിന്റെ മുമ്പിൽ വായി നോക്കി നിൽക്കുന്ന ചെക്കനാ പറഞ്ഞേ എടി എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയെന്ന്. ഉമ്മ പറഞ്ഞോ? പാപ്പ പറഞ്ഞോ? ഇല്ല. എന്നിട്ടോ കൗൺസിലിങ്ങിന് കൊണ്ടുവരും. കുട്ടി എന്താ പറയാ? ഇന്ന ആർക്കും ഇഷ്ടമല്ല, പിന്നെ ഓന് മാത്രം ഇഷ്ടം. അതെന്താ? ഓനാ പറഞ്ഞിട്ടുള്ളൂ. ഉമ്മ പറഞ്ഞില്ല. ഉമ്മ എന്താ പറയണേ? എപ്പം കാണുമ്പോഴും ചീത്ത പറയുക, കുറ്റം പറയുക. ഈ പെൺകുട്ടി എന്താ ധരിച്ചത്? ഉമ്മക്കിന്നെ ഇഷ്ടല്ല, ആപ്പക്കും ഇഷ്ടല്ല. ആപ്പ പറഞ്ഞോ മോളെ വാ ഇത് ഭയങ്കര ഇഷ്ടാണ് പറഞ്ഞു? ഉമ്മ പറഞ്ഞോ? ഇല്ല. ബാക്കിയൊക്കെ പറഞ്ഞു അല്ലെ? എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുമ്പോഴേക്ക് ഉമ്മ ചാടി വീണു, പിന്നെ കുറെ ചീത്ത പറഞ്ഞു. പാപ്പ വന്നു, പാപ്പന്റെ വക ചീത്ത പറഞ്ഞു. കുട്ടി എന്താ മനസ്സിലാക്കിയേ? ഈറ്റയൊക്കെ നിന്നോട് വലിയ താല്പര്യമില്ല അല്ലെ? അപ്പോഴാണ് അങ്ങാടിയിൽ കഞ്ചാവും കള്ളും മയക്കുമരുന്നുകളും ഒക്കെയായി നടക്കുന്ന ഒരു ചെറുക്കൻ സുന്ദരി പെണ്ണിനെ കണ്ടപ്പോ പറഞ്ഞു എടി ഐ ലവ് യു, എനിക്ക് ഇഷ്ടമാണ് നിന്നെ. കുട്ടി പറഞ്ഞു ശരി എടുത്തോ എന്നെ, പ്രശ്നമില്ല അല്ലേ? എവിടെ എത്തിയത്? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഒന്നാമതായി കുടുംബത്തിൽ ശാരീരികമായ അടുപ്പം, ബന്ധം വേണം. മക്കളെ തൊടണം, ഭാര്യ ഭർത്താവിനെ തൊടണം, ഭർത്താവ് ഭാര്യയെ തൊടണം, മക്കളെ വാപ്പയുമ്മയും തൊടണം, ഉമ്മാനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം. ഉണ്ടോ നമ്മളെ കുടുംബത്തിൽ? വലിയൊരു വീടുണ്ടാക്കി വെച്ച് എല്ലാവർക്കും ഓരോ ഫോണ്, ഓരോന്നും തോണ്ടി ഓരോ മൂലക്ക് പോയിരിക്കല്ലേ? നമ്മളെ പേര് കുടുംബം എന്നാ. ചിന്തിച്ചു നോക്കിയാ. എന്നിട്ടോ ആ ഗ്രൂപ്പിൽ അങ്ങനെ മെസ്സേജ് അല്ലേ? മൂത്തക്കാക്ക ഊട്ടി പോകുമ്പോ നമ്മളെങ്ങനെ അറിയാ? മെസ്സേജിന്റെ വാട്സപ്പില് ഞാൻ ഊട്ടിക്ക് പോവാണ്. അപ്പോൾ അറിഞ്ഞ് ഓൻ പറഞ്ഞോ? ഇല്ല. വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ് അല്ലേ? അപ്പൊ നമ്മുടെ കുടുംബം എന്താ? ഈ കുടുംബം ഇങ്ങനെ തൊടണമെങ്കിലോ, തൊടാൻ തോന്നണമെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ വൃത്തി വേണം, വൃത്തി വേണം. ആർക്ക്? ഉമ്മാക്ക്, ഉപ്പാക്ക്. ആ മാക്സി കണ്ടിട്ടൊരു പെണ്ണ് നിന്നാൽ എന്തോ നിന്നെ തച്ച് കൊന്ന് ചാക്കിലേക്കിണ്ടാവും അല്ലേ? ആ ഇട്ടിട്ട് എവിടെ നിൽക്കുക? ആ പെണ്ണിനെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ട ഭർത്താവിന്റെ മുന്നിൽ ആ പെണ്ണ് നിൽക്ക മാക്സി ഇട്ടുണ്ട്. അതൊരു കേറ്റി കുത്തിയാണ്ട് മുടി ഒരു വലിച്ചു കെട്ടുണ്ട്. അതും കൂടി ആയ ഉഷാർ. ആ ഭർത്താവ് പിന്നെ പഞ്ചായത്തേക്ക് കയറൂല. പള്ളിക്കൽ പഞ്ചായത്തിലെ ഭർത്താവ് അടുത്ത പഞ്ചായത്ത് ചെന്ന് നിൽക്കും അല്ലേ? അപ്പൊ ഈ പെണ്ണ് വീട്ടിൽ നിൽക്കണ എങ്ങനെയാ? ഭർത്താവിന് കണ്ട ഒരു രസം തോന്നൂല. തോന്നുവോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇല്ല. അപ്പൊ എന്താ നിങ്ങളുടെ ഒരു പെണ്ണ് മേക്കപ്പ് ചെയ്യേണ്ടത് വീട്ടിന്റെ അകത്തുനിന്ന? ഭർത്താവ് അത് കണ്ട്, നാട്ടുകാരെല്ലാം കണ്ട്. ആ സാധനം ഉപയോഗിച്ച് നമ്മളിങ്ങനെ റോട്ടിലിറങ്ങി നടക്കും. അടിപൊളി ഡ്രസ്സ്. കല്യാണത്തിനൊക്കെ പോകുമ്പോ പെണ്ണിങ്ങനെ മാറ്റും, ഒരുങ്ങും, പൗഡറൊക്കെ ഇട്ട്, കണ്ണൊക്കെ എഴുതി, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പൊ ഉണ്ടാവും പുയ്യാപ്പിള എങ്ങനെ നോക്കണ്. അപ്പൊ എന്താ നമ്മള് പറയാ? തൊള്ളിയും കാട്ടി നിൽക്കാതെ മുമ്പിൽ നടക്കും മനുഷ്യ അല്ലേ? ഭർത്താവ് മുന്നില്, നിങ്ങൾ ബാക്കില്. ഓൻ കാണുമോ പെണ്ണിനെ? ഇല്ല. കൊലായിലെത്തിയാലോ ഭർത്താവിനോട് പറയും സ്കൂട്ടർ എടുക്ക് മനുഷ്യ. അയാള് സ്കൂട്ടറിന്റെ മുമ്പില്, പെണ്ണ് ബാക്കില്. ഇയാള് കാണുന്നുണ്ടോളെ? ഇല്ല. അയാൾ ഓളിയും കൊണ്ട് അയാൾ അങ്ങനെ പോകും കല്യാണത്തിന്. എല്ലാരും കാണും. കണ്ടോലൊക്കെ പറയും എന്റെ പെണ്ണ് നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പൊ ഈ ചെക്കൻ പറയും ഞാൻ കണ്ടില്ല, ഞാൻ കാണുമ്പോ ഇതൊരു മാക്സി അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ എവിടെയാണ് നമ്മുടെ കുടുംബത്തിനകത്ത് ഈ തൊടലുകൾ വരിക, ഒരു ശാരീരിക അടുപ്പം വരിക? ഇനി ആണുങ്ങളോ? വെള്ളത്തുണി, വെള്ളക്കുപ്പായം, വെള്ള ട്രൗസർ, വെള്ളമനിയൻ ഇതിട്ടിട്ടാ മൂപ്പര് പുറത്തേക്ക് ഇറങ്ങുക. പുരയെ കണ്ടെത്തിയാലോ ഇതൊക്കെ അയച്ചിട്ടാണ്ട് ഒരു കണ്ടം തുണി, ഇയാളുടെ ഒരു കണ്ണം തുണി എടുത്താണ്ട് ഇങ്ങനെ കയറ്റി കുത്തിക്കണ്. അത് കാണുമ്പോ ഭാര്യക്ക് എന്താ തോന്നുക? എന്ത് മനുഷ്യനയാള് അല്ലേ? അപ്പൊ വീട്ടിനകത്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം, വീട്ടിനകത്ത് ഏറ്റവും നല്ല സംസാരം വേണം, വീട്ടിനകത്ത് ഏറ്റവും നല്ല പെരുമാറ്റം വേണം. പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ? വീട്ടിന് പുറത്ത് ഏറ്റവും നല്ല വസ്ത്രം, വീട്ടിന് പുറത്ത് ഏറ്റവും നല്ല സ്വഭാവം, വീട്ടിന് പുറത്ത് ഏറ്റവും നല്ല പെരുമാറ്റം. അകത്തേക്ക് കയറിയാലോ ഈ ഇമ്മ അതിലൊരു എരപ്പ് സാധനം വേറെ ഇല്ല. എങ്ങനെയാ കുടുംബം മുന്നോട്ട് പോവുക? എങ്ങനെയാ തൊടാൻ തോന്നുക? എങ്ങനെയാ കൂട്ടരെ നിങ്ങൾ പറ? പിന്നെ ശാരീരിക ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അതിന്റെ ഒക്കെ കഥ മഹാ അബദ്ധാണ്. ആണുങ്ങളെ കയ്യിലൊക്കെ ഫോണാ. തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ദാമ്പത്യം തകർക്കുന്നത് അത് അറിയാതെ പോകുന്ന യുവാക്കളുണ്ട് ഇതിൽ.
അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് കുടുംബം എന്നത് ശാരീരികമായ അടുപ്പം വേണം. അതിനാദ്യം എന്താ വേണ്ടേ? ഒരു വൃത്തിയും വെടുപ്പും വേണം. ഭാര്യയും ഭർത്താവും ബെഡിൽ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മേല് കഴുകണം. എത്ര ആക്കണ്ട സ്വഭാവം? മണക്കൂലേ അല്ലേ? എത്ര പെണ്ണുങ്ങൾക്കുണ്ട് രാത്രി ഒന്ന് മേല് കഴുകുന്ന സ്വഭാവം ഉണ്ടോ? ഇനി സ്കൂളിലെ കുട്ടികളെ കാര്യമൊന്നും പറയാതെക്കാന്നല്ലേ. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും +1ഉം +2ഉം ഡിഗ്രിയും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഉമ്മമാരുണ്ട് ഈ കൂട്ടത്തിൽ. ആ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മക്കൾ എന്നും തല നനച്ച് കുളിക്കാറുണ്ടോ? ഉണ്ടോ? 9 പഠിക്കുന്ന 10 പഠിക്കുന്ന +1 +2 പഠിക്കുന്ന കുട്ടി തല നനച്ച് എന്നും കുളിക്കാറുണ്ടോ? ഇല്ല, കുളിക്കാൻ മടിയാ. അപ്പൊ ഇനിയുള്ള തലമുറനെ കുറിച്ച് ആലോചിച്ച് നോക്ക് നിങ്ങള്. 2 ക്ലിപ്പ് വാങ്ങി കല്യാണം കഴിക്കേണ്ടി വരും അല്ലെ? ഭർത്താവിന്റെ മൂക്കിനൊരു ക്ലിപ്പ്, ഭാര്യന്റെ മൂക്കിനൊരു ക്ലിപ്പ്. ഒരു ഉമ്മ എന്റെ അടുത്ത് വന്ന് പറയാ, സാറേ മോൻ +2 ആണ്, കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എല്ലാം കേട്ടു. അവസാനം ഉമ്മ പറയാ, സാറേ അവന് ഞാന് പല്ല് തേക്കണ ബ്രഷ് കഴിഞ്ഞ കൊല്ലം കൊടുത്തതാ. ഞാൻ ഇപ്പോഴും ബാത്റൂമിൽ പോയി നോക്കിയപ്പോ ആ ബ്രഷ് അങ്ങനെ തന്നെ ഉണ്ട്. ഒരു ചെറിയ കേട് പോലും ബ്രഷിനില്ല. ഞാൻ ചോദിച്ചാ അതെന്താ? ഓൻ പല്ലേക്കില്ല. അതെന്നെ ഒരു കൊല്ലായിട്ട് ബ്രഷ് ഇല്ല. ഉമ്മ പറയാ, ഞാൻ 4 ബ്രഷ് മാറ്റി. ഞാൻ ബ്രഷ് മാറ്റുമ്പോഴൊക്കെ ഓന്റെ ബാത്റൂമിൽ പോയി നോക്കും. എന്തിനാ? ഓന്റെ ബ്രഷ് തേഞ്ഞിണെങ്കിൽ പുതിയത് വെക്കാൻ. ആ ബ്രഷ് ഒന്നും ആയിണ്ടാവില്ല, അതാ പൊളിച്ച മാതിരി തന്നെ ഉണ്ട്. അപ്പൊ ഈ +2കാരൻ ചെക്കൻ രാവിലെയും പല്ലേക്കില്ല, രാത്രിയും പല്ലേക്കില്ല. ഇനി ഇവൻ കല്യാണം കഴിച്ചാലോ? ആ പെണ്ണ് മൂക്കിന് ക്ലിപ്പിട്ട് കിടക്കേണ്ടി വരൂലേ? വൃത്തിയും വെടിപ്പും പഠിക്കാതെ പോകുന്നവർ. ഇവിടെയാണ് കുടുംബം പരസ്പരം തൊട്ടുരുമ്മി ഇരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടത്. കേരള സർക്കാരിന്റെ പുതിയ കണക്കനുസരിച്ച് 10 കൊല്ലം 2035 ആകുമ്പോ കേരളത്തിൽ വയസ്സന്മാരെണ്ണം കൂടും, ചെറുപ്പക്കാരെണ്ണം കുറയും. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ വയസ്സാവും. 10 കൊല്ലം കഴിയുമ്പോ വയസ്സന്മാരെണ്ണം കൂടും, ചെറുപ്പക്കാരെണ്ണം കുറയും. അങ്ങനെ കുട്ടികളില്ലല്ലോ. +2 +1 +2 സ്കൂളുകളിൽ സീറ്റ് കിട്ടാനില്ല. നമ്മൾ എപ്പോഴും സമരം ചെയ്യും. എന്തിനാ സമരം ചെയ്യണേ? +2 സ്കൂളിൽ സീറ്റ് കൂട്ടണം, +2ന് സീറ്റ് കൂട്ടണം. മലബാറിൽ സീറ്റ് ഇല്ല, കൂട്ടണം. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല, ഗവൺമെന്റ് മിണ്ടൂല. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സീറ്റ് കൂട്ടാത്തതെന്ന് അറിയോ നിങ്ങൾക്ക്? 10 കൊല്ലം കഴിയുമ്പോ +1നും +2നും ചേരുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് കാണുന്നതിന്റെ പകുതിയായി കുറയും. കാരണം എന്താ? 1ാം ക്ലാസ് ചേർന്ന കുട്ടിയാണ് +2ന് എത്തുക 10 കൊല്ലം കഴിയുമ്പോ. ഇന്ന് ഒരു സ്കൂളിൽ 10 ഡിവിഷൻ ഉണ്ട് 1ാം ക്ലാസ്. അത് കഴിഞ്ഞ കൊല്ലം 5 ഡിവിഷനായി കുറഞ്ഞു. കഴിഞ്ഞ കൊല്ലത്തെ കണക്കെന്താ? 74,000 കുട്ടികൾ 1ാം ക്ലാസ്സിൽ കുറവാണ്. 74,000 കുട്ടികൾ കുറവാണ് 1ാം ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലം സ്കൂളില് കേരളത്തില്. ഇപ്പൊ ഉള്ള +2ന്റെ സ്കൂള് വെറുതെ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഗവൺമെന്റ് പോസ്റ്റ് കൊടുക്കാത്തത്. 10 കൊല്ലം കഴിയുമ്പോ സ്കൂളുകളിൽ ഉള്ളതിന്റെ പകുതി മാത്രം ആളുകൾ സ്കൂളിലുണ്ടാവും. ചെറുപ്പക്കാരുടെ എണ്ണം പറ്റ കുറയും, വയസ്സന്മാരുടെ എണ്ണം ഇങ്ങനെ കൂടും. നമ്മൾ എന്താ ചെയ്യാ? ഈ വയസ്സന്മാർക്ക് എന്താ വേണ്ടത്? എന്റെ മുമ്പിൽ ഇരിക്കുന്ന 60ഉം 70ഉം കഴിഞ്ഞ വാർദ്ധക്യത്തിലെത്തിയ പ്രിയമുള്ള ഉപ്പമാർക്ക്, വല്ലിപ്പമാർക്ക് എന്താ വേണ്ടേ? ചിന്തിച്ചോ? അവർക്ക് വേണ്ടത് പൈസ അല്ല. ഒരു കിഞ്ഞ് പൈസ ഇട്ടിട്ട് എന്താ കാര്യം? വല്ലിപ്പ എന്താ പിടിച്ചോളി, ടൂറ് പോയിക്കോളി ഊട്ടിക്ക്. തണുപ്പ് പറ്റിയ വല്ലിപ്പ സൈഡാവും. വല്ലിപ്പാക്ക് ഇനി ടൂറ് വേണ്ട, വല്ലിപ്പാക്ക് തിന്നാൻ വയ്യ, വല്ലിപ്പാക്ക് കുടിക്കാൻ വയ്യ, വല്ലിപ്പാക്ക് നടക്കാൻ വയ്യ. എന്താ ഈ വല്ലിപ്പാക്ക് വേണ്ടത്? എന്റെ പ്രിയമുള്ള കുടുംബം ചിന്തിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞത് 1ാമത്തെ ബന്ധം. അതിന്റെ പേരാണ് എന്താ പേര്? അതിന്റെ പേരാണ് ശാരീരിക ബന്ധം. എന്താ വേണ്ടിയ വാപ്പാക്ക്? ഞാനൊരു വാപ്പാനെ കുറിച്ച് പറയാം. 72 വയസ്സുള്ള ഒരു ബാപ്പ, ചെറുപ്പത്തിൽ ഗൾഫിൽ പോയി. ബാപ്പ അധ്വാനിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി ബാപ്പ വീടുണ്ടാക്കിയപ്പോ ബാപ്പാന്റെ മനസ്സിലൊരു പൂതി. എന്താ പൂതി? എല്ലാ കുട്ടികൾക്കും ഒരു റൂം വേണം. ബാപ്പ ഉണ്ടാക്കിയ വീടിന് 6 ബെഡ്റൂമുള്ള വലിയ വീടാണ് ഗൾഫിൽ ചെന്ന് ബാപ്പ ഉണ്ടാക്കിയത്. വലിയ വീട്. ഈ വീട്ടിനകത്ത് 6 മക്കൾക്കും റൂം ഉണ്ടാക്കി കൊടുത്തു ബാപ്പ. 5 കുട്ടികൾക്കും റൂം, ബാപ്പാക്കും ഉമ്മക്കും ഒരു റൂം, 6 ബെഡ്റൂം. കുടുംബം ഉഷാറായിട്ട് മുന്നോട്ട് പോയി. മൂത്ത പെൺകുട്ടിന്റെ കല്യാണം കഴിഞ്ഞു. ഒരു ചെക്കൻ ഓളെ കെട്ടിയാണ് കൊണ്ടുപോയി. അവളങ്ങ് പോയി. വീട്ടിനകത്ത് ഒരു റൂം കാലിയായി. ഇപ്പൊ ആ വീട്ടില് 6ൽ 5 റൂമിൽ ആളുണ്ട്, ഒരു റൂം കാലിയായി. 2ാമത്തെ മോളെ കല്യാണം കഴിഞ്ഞു, അവളും കണ്ടു പോയി. ആ വീട്ടിനകത്ത് 6ൽ 2 റൂം കാലിയായി, ബാക്കി ആളായി. മൂത്ത മകൻ കല്യാണം കഴിച്ചു, അവൻ എഞ്ചിനീയറാണ്. അവൻ കല്യാണം കഴിച്ച് ഗൾഫിൽ പോയി, ദുബായിൽ പോയി, പണിയൊക്കെ കിട്ടി.
പൈസ ഒക്കെ ഉണ്ടാക്കി അവന്റെ പെണ്ണിനെയും കുട്ടികളെയും അവൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ബാപ്പാന്റെ മൂത്ത മകൻ ദുബായില് ഭാര്യയും മക്കളുമായി കഴിയാൻ, ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തെ മകൻ അവൻ MBA കാരനാണ്, അവൻ കുവൈത്തിൽ വർക്ക് ചെയ്യുന്നു. അവൻ അവിടെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തപ്പോ അവന് മനസ്സിലായി ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നല്ലത്. അവൻ അവന്റെ ഭാര്യനെയും കൊണ്ട് കുവൈത്തിൽ പോയി. ഇപ്പൊ ആ വീട്ടിലോ 6 ബെഡ്റൂമിൽ 2 എണ്ണത്തിലെ ആളുള്ളൂ, 4 കാലി, വലിയൊരു പൊര. വയസ്സായ ഉമ്മക്ക് തുടയ്ക്കാനും അടിക്കാനും വയ്യ. ഒരു പെണ്ണ് വന്നിട്ട് ആഴ്ചയിലൊരിക്കൽ എല്ലാം തുടച്ചിട്ട് പോകും. ഒരു പൊര ഇങ്ങനെ ഭാർഗവി നിലയം പോലെ 2 റൂമിൽ മാത്രം ആളുകൾ. ചെറിയ മോനൊരു പ്രത്യേകത ഉണ്ടാവും, വല്ലാതെ പഠിക്കൂല. ഈ ചെറിയ മോൻ വല്ലാതെ പഠിക്കാത്തത് കൊണ്ട് ഈ ചെറിയ മകന് അവന്റെ സുഹൃത്തുമായി ചേർന്ന് ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ആ സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ട് വിജയിച്ചു. അവന്റെ പെണ്ണിനെയും മക്കളെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് താമസം മാറി. ഇപ്പോ 5 മക്കളെ പെറ്റുപോറ്റി വളർത്തിയ ഉപ്പാന്റെ വീട്ടിൽ 6 ബെഡ്റൂമിൽ 5 എണ്ണവും കാലിയാണ്. താഴെയുള്ള ഒരു ബെഡ്റൂമിനകത്ത് ഒരു ഉമ്മയും ബാപ്പയും ഇങ്ങനെ നിൽക്കുക. മഗ്‌രിബ് കഴിഞ്ഞാൽ മക്കളൊക്കെ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് ആ ഫോണിൽ കൂടി ഇങ്ങനെ വല്ലിപ്പ ഗുഡ് നൈറ്റ്, വല്ലിപ്പ ഹായ് ഹൗ ആർ യു. ആരാ? പേരക്കുട്ടികളൊക്കെ വല്ലിപ്പി ഇങ്ങനെ ഫോണിൽ കണ്ട് ആ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ സുബൈക്ക് പള്ളി പോവാൻ വേണ്ടിയിട്ട് ഉപ്പ 72കാരൻ വെള്ള തുണിയും കുപ്പായും ഒക്കെ മാറ്റി സുബൈക്ക് ഇറങ്ങി ഭാര്യനോട് സലാം പറഞ്ഞ് ഇറങ്ങിയപ്പോ രാത്രി പെയ്ത മഴയുടെ തുള്ളികൾ കൊലായിന്റെ സ്റ്റെപ്പിലുണ്ടായിരുന്നത് വാപ്പ കണ്ടില്ല. ചവിട്ടലും കാലങ്ങട്ട് പോയി, വഴുക്കി പോയി. വാപ്പ ഒന്ന് അവിടെ ഇരുന്നു പോയി. നീട്ടി വിളിച്ചത് കേട്ട് നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കാൻ നിൽക്കണ ഭാര്യ വീട്ടിനകത്ത് നോടി വന്നു. ഭാര്യ കാണുന്ന എന്താ? മുറ്റത്ത്, ചെളിയുള്ള മുറ്റത്ത് വെള്ള തുണിയിട്ട് ബാപ്പ അങ്ങനെ ഇരിക്കുക. ഓടി വന്ന പെണ്ണ് ബാപ്പാനെ പിടിച്ച് വലിച്ച് സ്റ്റെപ്പിന്റെ മുകൾക്ക് ഇരുത്തി. മേലൊക്കെ ചളിയാ. എന്താ പറ്റിയ? ബാപ്പ പറഞ്ഞു, എടി ഞാനൊന്ന് കാല് തെന്നിപ്പോയി, ഭയങ്കര വേദന, ഈ ആരെങ്കിലും ഒന്ന് വിളിക്ക്. 5 മക്കളുണ്ട് ഈ ബാപ്പാക്ക്. ബാപ്പ ഇത് പറഞ്ഞതും ഉമ്മ അകത്തേക്ക് ഓടി ഫോൺ എടുത്തിട്ട് ഉമ്മ വിളിച്ചത് 2-3 വീട് അപ്പുറത്തുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഷാഫി എന്നോ മറ്റോ പേരുള്ള ഒരു ചെക്കനെയാണ്. അവനെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒന്ന് വേഗം വാ, ഉപ്പ അവിടെ ഒന്ന് കാല് തെറ്റി വീണു. അവൻ സുബൈക്ക് പള്ളിക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഷാഫി തന്റെ ഓട്ടോ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. ബാപ്പ സ്റ്റെപ്പുമ്പിൽ ഇരിക്കുക. ബാപ്പയും ആ ഉമ്മയും ഈ ഡ്രൈവറും കൂടി ബാപ്പാനെ താങ്ങി കൊക്കി ചാടി ഓട്ടോറിക്ഷയിൽ കയറ്റി ആസ്പത്രി കൊണ്ടുപോയി. ആസ്പത്രി ചെന്നപ്പോ ഡോക്ടർ എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കാലിന്, വയസ്സായ ആളല്ലേ, അതുകൊണ്ട് കൂടാൻ കുറച്ച് സമയം പിടിക്കും, 2 ആഴ്ച നിലത്ത് വെക്കരുത് കാല്, ഈ പ്ലാസ്റ്റർ ഇട്ടത് അനക്കരുത്, 2 ആഴ്ച നിലത്ത് വെക്കരുത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ബാപ്പാന്റെ കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് ബാപ്പ ഈ ഓട്ടോറിക്ഷ തന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോ ആദ്യം വന്ന ഫോണ് മൂത്ത മകന്റെ ഫോണാണ്. അവൻ ദുബായിൽ നിന്നാ വിളിച്ചത്. ബാപ്പാനോട് ചോദിച്ചു, എന്താ ബാപ്പാ പറ്റിയേ? ബാപ്പ പറഞ്ഞു, മോനെ എന്റെ കാലൊന്ന് തെന്നി, ഞാനൊന്ന് വീണുപോയി. അപ്പോഴാണ് ആ മോൻ പറഞ്ഞത്, ബാപ്പാ നിങ്ങൾ എന്തിനാ അങ്ങനെ പുറത്തിറങ്ങി നടക്കണേ, നിങ്ങൾക്കൊരു മൂലക്കൽ ഇരുന്നാ പോരെ, പൈസ വേണ്ടത് ഞാൻ അയച്ചിരില്ലേ. ബാപ്പ ഒന്നും മിണ്ടിയില്ല, ഫോൺ വെച്ചു. രണ്ടാമത്തെ മകൻ കുവൈത്ത് നിന്ന് വിളിച്ചു. പാപ്പാനെ കുറെ തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ നേരം വെളുക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങണേ, സുബൈക്കോ വീട്ടിൽ നിസ്കരിച്ചാ പോരെ? പാപ്പനോട് ചോദിക്കുക മോന്. പാപ്പ ഒന്നും മിണ്ടിയില്ല, ഫോണ് വെച്ചു. മൂന്നാമത്തെ മകൻ അവന് സൂപ്പർ മാർക്കറ്റ് നടത്തുക. എവിടെ? ബാംഗ്ലൂരാ. സുബൈന്റെ മുമ്പ് ബാപ്പ വീണു, ആശുപത്രിയിൽ പോയി, കാലിന് സ്ക്രാച്ച് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഈ ചെക്കൻ ചെയ്ത പണി എന്താണെന്നറിയോ? സ്കൂൾക്ക് വിളിച്ചു മക്കളെ, ലീവ് പറഞ്ഞു. സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചു, ലീവ് എടുത്തു. ഭാര്യനെ കൂട്ടി മക്കളെ കൂട്ടി ഇന്നോവ കാറും എടുത്ത് അവൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ അങ്ങോട്ട് പോന്നു. രാവിലെ തന്നെ പോന്നു. അങ്ങനെ നേരം വെളുത്തപ്പോ ഒരു ഉച്ചയായപ്പോ ഈ മകൻ വണ്ടിയുമായി കോഴിക്കോട് എന്റെ വീട്ടിലെത്തി. വണ്ടി നിർത്തിയപ്പോഴേക്ക് കുട്ടികളൊക്കെ ഇറങ്ങിയ ഒറ്റ ഓട്ടാ തറവാട്ടിക്ക്. വണ്ടിയിൽ നിന്ന് സാധനം ഒന്നും എടുക്കാതെ ഈ ചെക്കൻ ബാപ്പാക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി അവൻ വണ്ടിയൊക്കെ ഓഫാക്കി മെല്ലെ ഇറങ്ങി ബാപ്പ കിടക്കുന്ന റൂമിന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോ
ബാപ്പാന്റെ റൂമിന്റെ വാതിൽ ഇങ്ങനെ ചാരി വെച്ചാണ്. ആ ചാരിയ വാതിലിന്റെ വിടവിലൂടെ ഈ ചെക്കൻ വാപ്പാനെ നോക്കിയപ്പോ വാപ്പ നല്ല ഉറക്ക, വേദന സംഹാരി കഴിച്ച് ഉറങ്ങാണ് വാപ്പ, മയങ്ങാണ് വാപ്പ. അപ്പൊ ആ ചെക്കൻ വിചാരിച്ച് വാപ്പനെ വെറുതെ ഉണർത്തണ്ട, ആ ശബ്ദമുണ്ടാക്കാതെ വാതില് തുറന്ന് ഈ ചെക്കൻ അകത്ത് കയറിയിട്ട് ഒച്ചയുണ്ടാക്കാതെ ഒരു സ്റ്റൂള് ബാപ്പാന്റെ കാലിന്റെ അടുത്തവിടെ ഇട്ട്. ബാപ്പ അറിഞ്ഞില്ല. ബാപ്പാന്റെ കാല് മൂടിയ പുതപ്പ് ഇങ്ങനെ നീക്കിയിട്ട് ഈ ചെക്കൻ ബാപ്പാന്റെ പ്ലാസ്റ്റർമേൽ ഇങ്ങനെ തൊട്ടുനോക്കി. ബാപ്പാന്റെ പ്ലാസ്റ്ററൊക്കെ എങ്ങനെയുള്ളത് തൊട്ടുനോക്കി. പാപ്പം അനങ്ങില്ല. അങ്ങനെ തൊട്ട് അവസാനം നീരുണ്ടോ നോക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഇടാത്ത ബാപ്പാന്റെ കാലിന്റെ ഭാഗത്ത് അവങ്ങനെ കൈ വെച്ചതും ബാപ്പ കണ്ണട തുറന്നു. ഉടൻ ഇവനെ കണ്ടതും ഈ ചെക്കൻ ബാപ്പയോട് ചോദിച്ച ചോദ്യം, വേദന ഉണ്ടോ ബാപ്പ? അതല്ലേ ചോദിക്കുക, കാല് മുറിഞ്ഞതല്ലേ. ചെക്കൻ ചോദിക്കുക, വേദന ഉണ്ടോ ബാപ്പ? ബാപ്പ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ടായിരുന്നടാ മോനെ വേദന, ഇപ്പോഴാ മാറിയത്. നീ ഒന്ന് തൊട്ടപ്പോഴാണ് ആ വേദന മാറിയത്. എത്ര വലിയ വേദന സംഹാരികൾ കഴിച്ചാലും ബാപ്പാന്റെ കാലിന്റെ വേദന മാറൂല കൂട്ടരെ. മക്കളൊന്ന് തൊട്ടാൽ ആ വേദന പമ്പ കിടക്കും. പെരുന്നാളിന്റെ അന്ന് ഇന്ന് നോമ്പ് വരാൻ പോവുക. പെരുന്നാളിന്റെ അന്ന് ഉമ്മാനെ കാണാൻ പോകും തറവാട്ടില്. ഉമ്മാനെങ്ങനെ പോയിട്ട് മൃഗശാലയിൽ മൃഗത്തെ നോക്കണവര് ഇങ്ങനെ നിൽക്കും. എന്നിട്ടോ തിരിച്ചു വരുമ്പം 2 500 നോട്ട് ഉമ്മാന്റെ തലേന്റെ അടിയിൽ തിരികെ വെച്ചിട്ട്, ഉമ്മ പൈസ വെച്ചിട്ടോന്ന്. ആർക്കാടോ പൈസ വേണ്ടത്? ഈ ഉമ്മാക്കോ? ആ ഉമ്മാന്റെ അടുത്ത് ചേർന്നിരുന്നിട്ട് ചുക്കിച്ചുളിഞ്ഞ മുഖത്തൊരു ഉമ്മ കൊടുത്ത് ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾ കൊടുത്ത 1000 രൂപയേക്കാൾ മൂല്യമുണ്ടാവും ആ ടച്ചിന്, ആ ഒരുമിക്കലിന്, ആ തൊടലിന്. ഇതിന്റെ പേരാ ശാരീരിക ബന്ധം. നിങ്ങൾ എന്താ വിചാരിച്ചേ? കുടുംബം നിറഞ്ഞ ഒരു കല്യാണം കഴിച്ച് 4 കുട്ടികളായിട്ട് ഓന്റെ പാട്ടിന് ഓന്റെ പാട്ടിന് എന്താ മക്കള് പറയാ, ഫോണും തോണ്ടി നടക്കുക. ഇതാ കുടുംബം. ഇതിന് കുടുംബം എന്താ പറയാ? അപ്പൊ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഇങ്ങനെ തൊട്ടുരുമ്മിയിരിക്കാനാണ് കുടുംബം. അതുകൊണ്ട് കുടുംബത്തിനകത്ത് ഞാനിപ്പോ പറഞ്ഞല്ലോ, ശാരീരികമായ ബന്ധം വേണം.